ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തനുൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ തനുൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തനുക്കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു ബ്രഷ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം കുറുമക്കറിയാണ്. അപ്പോൾ ഒരു വെള്ളയപ്പം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ തനുക്കുട്ടി എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെയും സിദ്ധുക്കുട്ടിൻ്റെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അടുത്ത വെള്ളയപ്പം എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് നേരം ടേബിളും ഇരിക്കും, കുറച്ച് നേരം ചിലപ്പോൾ ഹാളിലാവുകയൊക്കെ. അപ്പോൾ ഇതേ റൂമിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടൻ ചേച്ചി പാപ്പ തിന്നുകൊണ്ട് കണ്ടപ്പോൾ പാപ്പ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രീൻ പീസ് കണ്ടപ്പോഴേക്കും സിദ്ധുക്കുട്ടന് വേണമെന്നായിട്ട് അങ്ങനെ ഇതേ തനുക്കുട്ടി അത് പിറക്കി കൊടുക്കുന്നുണ്ട് സിദ്ധുവിന് കഴിക്കാനായിട്ട്. അപ്പോൾ സിദ്ധു അത് ഗ്രീൻ പീസ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറുമ ആയതുകൊണ്ട് തന്നെ അധികം എരിവൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളയപ്പം കൊടുത്തപ്പോൾ സിദ്ധുക്കുട്ടൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധുക്കുട്ടനെ ഉടച്ചുടച്ച് കുറച്ച് വെള്ളയപ്പം കൊടുത്തു. ഇപ്പോൾ ഗ്രീൻ പീസാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് തനുക്കുട്ടിക്ക് ദിവസം തനുക്കുട്ടി സ്വർണ്ണ കമ്മൽ വേണ്ട, ഈ ഒരു കമ്മൽ കണ്ടപ്പോൾ ഇത് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്വർണ്ണ ജിമിക്ക് ഊരി വെച്ചിട്ട് ഈ ഒരു കമ്മൽ തനുക്കുട്ടിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് തനുവിന് നല്ല സന്തോഷമായിട്ടുണ്ട്. കുറേ നാളെ ജിമിക്ക് ഇട്ടിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മൽ കിട്ടിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ തനുക്കുട്ടിക്ക് ഈ കമ്മൽ ചേരുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞാനും തനുക്കുട്ടിയെ കുളിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിരിക്കാൻ കേട്ടോ. ഇന്ന് അവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ ഞാനും തനുക്കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ നടയിലൊക്കെ കയറി തൊഴുതു. പാറയൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു, പാറയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ചന്ദനം തൊടാനായിട്ട് വന്നിരിക്കുകയാണ്. തനുക്കുട്ടിക്കാണെങ്കിൽ ചന്ദനം തൊടാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. കുറേ അങ്ങോട്ട് വാരി പൊത്തൂട്ടാ. അപ്പോൾ എനിക്കാണെങ്കിൽ വൈറ്റ് ചന്ദനം മാത്രമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വൈറ്റ് കുറച്ച് തൊട്ടിട്ടുണ്ട്, കഴുത്തിലും ഒക്കെ തൊട്ടു. പിന്നെ തനുക്കുട്ടിയോട് തൊടാൻ പറഞ്ഞപ്പോഴേക്കും തനുക്കുട്ടി ആദ്യം മൊത്തം തേച്ച് വെച്ചു കേട്ടോ. പിന്നെ ഞാനതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഇതേ വൈറ്റും റെഡും കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തനുവിന് മതിയാവുന്നില്ല, ഇനിയും ചന്ദനം വേണം തൊടണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നെറ്റ് മുഴുവൻ അങ്ങോട്ട് ചന്ദനം തേച്ച് വയ്ക്കാൻ തനുവിന് ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തനുകൂട്ടി ചന്ദനം എടുത്തിട്ട് എനിക്ക് തൊട്ട് തരാമെന്ന് പറയാനുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നല്ല ഭംഗിയിൽ തൊട്ടിരിക്കുകയാണ്. ഇനി അത് നശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തൊടാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ അതേ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പായസമായിരുന്നു, അരിപ്പായസമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മാത്രം ഇങ്ങനെ ഇലയിലാണ് കിട്ടിയത്. അപ്പോൾ അത് തനുകൂട്ടി എനിക്ക് തരാതെ മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വായ കഴിച്ചു കേട്ടോ, കാരണം അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തനുകുട്ടിക്ക് അതിലത്തെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും ഇഷ്ടമില്ല, അതൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് മുഴുവൻ തനു കഴിച്ചു. അത് കഴിഞ്ഞത് പ്രസാദൂട്ടിന് ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഹാളുണ്ടായിരുന്നു, ഹാളിൽ അവിടെ കല്യാണം നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പിന്നിൽ ഊട്ടുവരി ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ആയിരുന്നു ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതേ പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങിച്ചു. സാമ്പാറും ഉപ്പേരിയും പുളിഞ്ചി അച്ചാർ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിട്ട് എന്നിട്ട് കിട്ടിയത്. പായസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ അത്രയും നേരം വരിയൊക്കെ നിന്ന് വിശന്നിട്ട് ആ ഒരു ചൂട് ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ കൂടി കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ദാ ഈ ഒരു വൈബിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കാരണം ഹാളിൽ അവിടെ കല്യാണം നടക്കുന്നത് കൊണ്ട് ഇവിടെ ഊട്ടുപുരയുടെ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പറമ്പിൽ ഇങ്ങനെ സൈഡിൽ കൂടി ചെറിയൊരു തോട് പോകുന്നുണ്ട്, അവിടേക്ക് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും ഇതേ കസാരയിൽ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ തനുക്കുട്ടി അവിടെ ഫുഡ് കഴിക്കുകയാണ്, ഞാനിവിടെ പായസം കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് മോരുവെള്ളം കുടിച്ചു. അങ്ങനെ സൂപ്പറായി വീട്ടിൽ വന്ന് ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തനുക്കുട്ടിയും സിദ്ധുക്കുട്ടനും ഞാനെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് ഇതേ നമ്മുടെ സിദ്ധുക്കുട്ടൻ ചേച്ചിയുടെ കൂടെ കളിക്കാനായിട്ട് നിൽക്കാനായിട്ട്. നമ്മുടെ സിദ്ധുമോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ കൂടെ കളിക്കും, ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വരുന്നതുകൊണ്ട് ഓടും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഇതേ കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു, അമൃതം പൊടി കൊണ്ടുള്ള കിണ്ണത്തപ്പാണ് കേട്ടോ. നല്ല ഹെൽത്തി കിണ്ണത്തപ്പാണ്, ശർക്കരയൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അനുകുട്ടിക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊരു പീസ് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് ഇനി ഇവിടെ ഓരോ വണ്ടികളൊക്കെ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കലാണ് രണ്ടുപേർക്കും പണി. ഇപ്പോൾ ഇതേ കണ്ണിമാഞ്ഞൊക്കെ പറക്കി നമ്മുടെ തനുകുട്ടി കഴിക്കുന്നുണ്ട്. സിദ്ധുകുട്ടി ആണെങ്കിൽ ഇനി എന്താണ് കളിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡിൽ കൂടെ ഓരോ വണ്ടികൾ പോകുമ്പോഴും അതൊക്കെ നോക്കി നിൽക്കലാണ് നമ്മുടെ സിദ്ധുകുട്ടൻ്റെ പണി. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തെ കളികളൊക്കെ കഴിഞ്ഞു. നേരെ അകത്ത് കയറി തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തനുകുട്ടി കഴിക്കുകയാണ്. തനു നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഈ ഒരു ഈവനിങ്ങിൽ വെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തനുവിൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.